ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? എൻ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചീന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ, അടിപ്പിണരിൽ കണ്ടു നിൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥനാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ ഉള്ള ഭാഗങ്ങളിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് ആണ് കാണിക്കുന്നത്. പാദങ്ങൾ കഴുകി ഒരു മാതൃക നമുക്ക് വെച്ച് തന്നു. എന്ന് പറഞ്ഞാൽ നാം മറ്റൊരാളുടെ പാദത്തോളം താഴുമ്പോൾ അങ്ങനെ താഴുന്ന വ്യക്തികൾ മറന്നു പോകരുത്, നിങ്ങളും സ്വർഗത്തോളം ഉയരുകയാണ്. യേശു ക്രിസ്തു എത്രമാത്രം താഴ്ത്തിയോ അത്രമാത്രം ദൈവവും അവനെ ഉയർത്തി. നമുക്ക് നമ്മുടെ നിഗളങ്ങളെ മാറ്റിവെച്ച്, നമ്മുടെ സ്വാർത്ഥതകൾ മാറ്റിവെച്ച് കർത്താവ് കാണിച്ച മാതൃക പിന്തുടരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഈ 13-ാം അധ്യായത്തിൽ പറയുകയാണ്, യേശു പെസഹ പെരുന്നാൾ മുമ്പേ താൻ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവ് അവസാന നിമിഷം വരെയും അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. തന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവരെ, തന്നെ തള്ളിപ്പറയാനിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് മുന്നമേ അറിയാമെങ്കിലും അവസാന നിമിഷം വരെ അവരെയും യേശു സ്നേഹിച്ചു. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്നറിഞ്ഞിരിക്കെ സ്നേഹിച്ചതുപോലെ അവരെ അവസാനത്തോളം സ്നേഹിച്ചു. നമ്മളും നമ്മുടെ ജീവിത യാത്രയും നമ്മളെ മുറിവേൽപ്പിക്കുന്നവരെ സ്നേഹിക്കാം, നമ്മളെ തള്ളിപ്പറയുന്നവരെ സ്നേഹിക്കാം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. അതാണ് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പാപിയെ സ്നേഹിക്കുന്ന ആ സ്നേഹം, കുറ്റം വിധിച്ച് ആരെയും മാറ്റുന്ന സ്നേഹമല്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, അത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കും ലോകത്തിനും മുഴുവൻ ലോകത്തിനും കാട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, അത്താഴം കഴിഞ്ഞ ശേഷം
ഷീമോൻ്റെ മകനായ പിശാച് ഷീമോൻ്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശുക്രിസ്തു ആരുടെ പാദങ്ങളെയാണ് കഴുകുന്നത്? സൃഷ്ടാവായ ദൈവം വാസ്തവമായി സൃഷ്ടിയുടെ പാദങ്ങളെയാണ് കഴുകിയത്. ഇതിലും വലിയ താഴ്മയുടെ ഉദാഹരണം നമുക്ക് ഒരിടത്തും കണ്ടെത്താൻ കഴിയുകയില്ല. സൃഷ്ടിയുടെ പാദങ്ങളെ കഴുകി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം യേശു ക്രിസ്തു അനുസരണമുള്ളവനായി. ഇതുപോലെ താഴ്ത്താൻ അതുകൊണ്ട് പറയാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇന്ന് നാമും ഇതേപോലെ താഴാൻ തയ്യാറായാൽ, അതാണ് കർത്താവ് കാണിച്ച ദൃഷ്ടാന്തം. സ്വർഗത്തോളം നിങ്ങൾ ഉയർന്നിരിക്കും. താഴ്ന്നവനാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അവൻ ശിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകയില്ലെന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിൻ്റെ കാൽ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധി ഉള്ളവനാകുന്നു. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ എല്ലാവരും അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുകൊണ്ട് അത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. എന്നിട്ട് പറയണം, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നിങ്ങളാരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളോട് നമ്മളൊക്കെ വേറെ ആളോട് ക്ഷമിക്കാൻ പറ്റൂ? നമ്മളവരുടെ പാദങ്ങളെ കഴുകാൻ പറ്റുമോ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി? എങ്ങനെ പറ്റത്തുള്ളൂ? അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നേക്കുന്നത്. ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സഹായിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അതേപോലുള്ള മുറിവുകളായിരിക്കും അവർ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷെ കർത്താവ് പറയാം, കർത്താവ് ചെയ്തതെന്താ? അവസാനത്തോളം എല്ലാവരെയും സ്നേഹിച്ചു. അങ്ങനെ ആയിത്തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകണം. കർത്താവിന് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ, കർത്താവിന് പാദങ്ങൾ കഴുകാൻ പറ്റിയെങ്കിൽ നമുക്കും അതിന് കഴിയും. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശക്തിയോടാണ് പ്രവർത്തിച്ചത്. ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ രോഗസൗഖ്യം മാത്രമല്ല, മരിച്ചവരുയർക്കുന്ന മാത്രമല്ല, അതൊക്കെ യേശുവിൻ്റെ കരങ്ങളാൽ നടക്കും, ഒരു വിശ്വാസിയുടെ കരങ്ങളാൽ നടക്കും. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണ്? യേശു കാണിച്ച ഈ മാതൃകയാണ്. നമുക്കൊരു തോർത്തെടുക്കാം, നമുക്കും ചില പാദങ്ങളെ കഴുകാം, താഴ്മയുള്ളവരായി മാറാം.
അതിന് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങാം, നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ താഴേണ്ട സ്ഥാനത്ത് താഴാം, പാദത്തോളം താഴാം. അങ്ങനെയാണെങ്കിൽ പാദത്തോളം നിങ്ങളും ഞാനും താഴാൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് തയ്യാറാണെങ്കിൽ മറക്കരുത്, സ്വർഗത്തോളം ഞാനും നിങ്ങളും ഉയരും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കണമേ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിയത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാതൃകയായി സ്വീകരിച്ച് ഞങ്ങൾക്കും മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെ അവരുടെ പാദങ്ങളെ കഴുകുവാൻ, അവർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ, അവരെയെല്ലാം സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇന്ന് കേൾക്കുന്ന രോഗികളെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ത്യാഗത്തിൻ പൂർണ്ണതയും, പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നു വാഴ്ത്തുന്നു സൃഷ്ടാവേ.